ശ്രീ ജോസഫ് ബെന്നി, ഒരിക്കൽ കൂടി ഈ മുനമ്പത്തെ വഖഫ് അധിനിവേശം ചർച്ചകളിൽ നിറയുകയാണ്. നോക്കൂ, സർക്കാർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാട് എടുക്കുകയാണ്. അതിനെതിരെ സർക്കാരിനകത്തു നിന്ന് തന്നെ പ്രതിപക്ഷത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ നിയമപ്രശ്നങ്ങൾ ഈ മുനമ്പത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് താങ്കൾ നോക്കിക്കാണുന്നത്? മുനമ്പം തീരത്തെ 610 കുടുംബങ്ങളുടെ സ്വത്തുക്കൾ, ഭൂസ്വത്തുക്കൾ നിയമവിരുദ്ധമായാണ് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. വഖഫിനെ കുറിച്ചൊന്നും ആദ്യം ഞങ്ങൾക്കൊരു ധാരണയും ഉണ്ടായിരുന്നതല്ല. പക്ഷെ ഇപ്പോ വഖഫ് ട്രൈബ്യൂണലിൽ 2 പ്രാവശ്യം വിധി പറയാൻ വേണ്ടി വന്നപ്പോൾ ആ 2 പ്രാവശ്യവും വിധി പറയിപ്പിക്കാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ കരസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ വിധി പറയുമെന്നുള്ള ധാരണയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയരുതെന്നും പറഞ്ഞ് സ്റ്റേ മേടിക്കുന്നു. ഇത് വഖഫ് ബോർഡിന്റെ തെറ്റായ പ്രവണത മൂലമാണ്. കാരണം വഖഫ് ട്രൈബ്യൂണലാണ് ഒരു പ്രോപ്പർട്ടി വഖഫാണോ അല്ലയോ എന്ന് അടിസ്ഥാനപരമായി തീരുമാനിക്കേണ്ട കോടതി. അപ്പൊ വിധി പറയാൻ വേണ്ടി പോകുമ്പോൾ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, മുനമ്പം തീരത്തെ ഭൂമി വഖഫ് പ്രോപ്പർട്ടി അല്ല. നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ആണ് ഈ വഖഫ് ബോർഡിനെ പ്രവർത്തനങ്ങളെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യിച്ചിരിക്കുന്നത്. കാരണം തെറ്റായ രീതിയിലൂടെയാണ് പോകുന്നത്. മുനമ്പം വിഷയം ഏറ്റവും വലിയൊരു ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഞങ്ങൾ 5 വർഷമായിട്ട് ഏറ്റവും ദാരിദ്ര്യത്തിന്റെ അങ്ങേറ്റത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടുള്ളതാണ് ജസ്റ്റിസ് VM ശ്യാംകുമാർ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് 10/10/2025 പ്രഖ്യാപിക്കുമ്പോൾ, അതായത് പരാമർശം നടത്തുമ്പോൾ ധർമാധികാരി സുശ്രൂത് അരവിന്ദ് ധർമാധികാരിയുടെ ബെഞ്ചിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന VM ശ്യാംകുമാർ ജസ്റ്റിസ് തന്നെയാണ്. ഇപ്പോഴും ഈ VM ശ്യാംകുമാർ സാർ തന്നെയാണ് സൗമിൻ സെൻ ചീഫ് ജസ്റ്റിസിന്റെ കൂടെ ഡിവിഷൻ ബെഞ്ചിൽ ഉള്ളത്. ശരിയായ പഠനം നടത്തിയിട്ടാണ് ഈ വഖഫ് ബോർഡ് തെറ്റായ പ്രവണതകൾ കാണിക്കുന്നതെന്ന് കണ്ടതുകൊണ്ടാണ് ഈ പാവപ്പെട്ട 610 കുടുംബങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ കാണിക്കുന്ന അദ്ദേഹം ആ ജഡ്ജ്മെന്റിൽ പരാമർശിച്ചിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാലുവാണ്. ലാൻഡ് ഗ്രാബിംഗ്, അൾട്രാ വൈറസ്, ബാഡ് ഇൻ ലോ, ഇത് ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു കൊള്ളസംഘമാണോ എന്നാണ് ചോദിച്ചത്. കാരണം അത്തരത്തിലുള്ള ഒരു വഖഫ് ബോർഡ് തെറ്റായ പ്രവണതകളാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അത് കൂടാതെ ഓരോ പരാമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. 1945 ഭാഗാധാരം, 1946 സിദ്ദിഖ് സേട്ടു വരുന്നത് ആമിന എന്ന് പറയുന്ന 5 വയസ്സുകാരിയുടെ കെയർടേക്കറായിട്ട് വരികയാണ്. ആ 5 വയസ്സായ കുട്ടി 10 വയസ്സാകുമ്പോൾ 1950 ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. അങ്ങനെ വെറും 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ശ്രീ ജോസഫ് ബെന്നി, ദയവായി അങ്ങ് ക്ഷമിക്കുക. നമ്മൾ ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നം ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ നോക്കൂ, ഈ മുനമ്പം പ്രശ്നം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് നിങ്ങളോടെടുത്ത സമീപനം എന്തായിരുന്നു എന്നതുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷവും അതിൽ ഒരു മാറ്റം, നിങ്ങൾക്ക് അനുകൂലമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഉമീദ് പോർട്ടലിൽ ഈ മുനമ്പ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്കടക്കം കാര്യങ്ങൾ വന്ന ഒരു കാര്യമുണ്ടല്ലോ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും. പക്ഷേ ഈ ഇരു മുന്നണികളും ചേർന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു നീതി ഈ വിഷയത്തിൽ ലഭ്യമാക്കി തരുമെന്ന് ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്? ഇപ്പോഴത്തെ ഈ അവസരത്തിൽ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അടിസ്ഥാനപരമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? കാരണം ക്രിസ്തീയ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ജോർജ് സെബാസ്റ്റ്യൻ സാറ്
ഇതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമതായിട്ട്, അതായത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് കൊടുത്തതിന് ശേഷം 135 കൊടുത്തിരിക്കുന്നത് ഈ ജോർജ് സെബാസ്റ്റ്യൻ സാറാണ്. അദ്ദേഹമാണ് മുൻപം വിഷയത്തെ പറ്റി ആധികാരികമായി ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. പരാമർശിച്ചിട്ടുണ്ട് മറ്റുള്ളവരോടൊപ്പം തന്നെ. അതിൽ സംസ്ഥാന സർക്കാർ അനുകൂലമായ നടപടിയാണ് എടുത്തത്. അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് അതിൽ ഒരു സംശയം എനിക്ക് ഈ വാർത്തകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രേക്ഷകയ്ക്ക് തോന്നുന്ന സംശയം എന്ന് മാത്രം അങ്ങ് കരുതിയാൽ മതി. ഉമേദ് പോർട്ടലിൽ ഈ മുനമ്പ ഭൂമി രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് പോകുന്ന പോക്കിൽ ഇത്തരത്തിലൊരു പണി ഒപ്പിച്ചുകൊണ്ട് സർക്കാർ പോയി എന്ന്. ആ പ്രതികരണം, മുഖ്യമന്ത്രിയുടെ പ്രതികരണം അവിടെ ഒതുങ്ങുകയാണ്. അതിനെതിരെ നിയമ നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപിച്ച് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതും ആ പരാതിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന സർക്കാർ ഇടപെടേണ്ട അവസരങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്ന സംശയമാണ്. കാരണം ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മുജീബ്, താങ്കൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, വഖഫ് സംരക്ഷണ സമിതിയുടെ കൺവീനറാണ്. അദ്ദേഹത്തിന് ആ നിലപാടിൽ വളരെ കൃത്യമായി ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെയൊക്കെ വലിയ പിന്തുണയുമുണ്ട്. ആ 610 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അത് വഖഫ് ഭൂമിയാക്കി ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്തിൽ ഊന്നിയാണ് എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് പോർട്ടലിൽ ചേർക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത് മെയ് 17-ാം തീയതിയാണ്. മെയ് 16-ന് മുൻപായിട്ടാണ് ഉമീദ് പോർട്ടലിൽ ചേർത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും ചെയ്തു, പോയ സമയത്ത് ഒരു പണി തന്നിട്ടാണ് വഖഫ് ബോർഡ് പോയതെന്ന്. പക്ഷേ ആ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ, അതായത് പുതിയ സർക്കാർ ചാർജ് എടുത്തതിന് ശേഷം അഡ്വക്കേറ്റ് ജനറലായി വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാജു ബാബു സർ കൃത്യമായി കൗണ്ടർ കൊടുക്കുന്നു. ഈ വഖഫ് ബോർഡിനെ പ്രവർത്തനങ്ങള് താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നതിനോട് ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ട് കാണുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ വിക്ടിംസ് ആണ്. ഞങ്ങൾ ഈ വിശ്വാസം കൊണ്ട് നടക്കുന്നത് ഇപ്പൊ 5 വർഷമായി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വഖഫ് ബോർഡ് പോകുന്നതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണും. കാരണം വഖഫ്